ഹലോ! അങ്ങനെ ചെമ്പനീർ പൂവ് പുതിയ പ്രൊമോയിൽ നമ്മുടെ ശ്രുതിക്കിട്ട് വീണ്ടും പണി കിട്ടുവാണേ. അതായത് നമ്മുടെ സച്ചി എല്ലാവരോടും കൂടി പറയുന്നുണ്ട്. ഈ ശ്രുതിയുടെ അച്ഛൻ ഇങ്ങനെ മരിച്ചിരിക്കുവാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടിയുള്ള ആ ഒരു കർമ്മങ്ങളൊന്നും ചെയ്തില്ലെങ്കില്, ആ ആത്മാവ് സ്വന്തം മകളായ ശ്രുതിയുടെ മേത്ത് കേറി നമ്മുടെ ശ്രുതീനെ ഇല്ലാതാക്കും. അതായത് കൊല്ലാൻ ശ്രമിക്കും, കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും പേടിപ്പിക്കുന്നുണ്ടേ. അപ്പൊ ശ്രുതിയാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിന് ശേഷം നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയും കൂടെ വന്നിട്ട് നമ്മുടെ ശ്രുതിയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. അതായത് അച്ഛന് വേണ്ടിയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയാണ്. അതിന്റെ ഇടയില് നമ്മുടെ ചന്ദ്രമതി മോളുടെ അച്ഛന് കോടാനുകോടി രൂപയുടെ സ്വത്തുക്കളുണ്ടെന്നല്ലേ പറയുന്നേ. അതൊക്കെ കൈവിട്ട് പോകോ? അതും കൂടി അന്വേഷിക്കുന്നുണ്ടേ. എന്താണ് ചന്ദ്രമതിയുടെയൊക്കെ മനസ്സ്. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, "അതൊക്കെ അവിടെ തന്നെ ഉണ്ടാവും ആന്റി. എന്നെ ഒന്ന് വെറുതെ വിട്. ഞാനൊന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തോട്ടെ" എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി വെറുതെ ഇരുന്ന് മോങ്ങുന്നുണ്ടേ. പിന്നീടാണ് മോനെ കള്ളക്കളി പുറത്ത് വരുന്നത്. അതായത് നമ്മുടെ ശ്രുതി ഇപ്പൊ വ്രതത്തിലാണല്ലോ. ഒന്നും കഴിക്കാൻ പാടില്ലല്ലോ. പക്ഷേ രാത്രിക്ക് രാത്രി എല്ലാവരും ഉറങ്ങിയത് ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അടുക്കളയിൽ കേറി ആരും കാണാതെ കള്ളപ്പൂച്ച കേറി തിന്നുന്നത് പോലെ അവിടെ നിന്ന് പ്ലേറ്റിൽ ചപ്പാത്തിയൊക്കെ എടുത്ത് തിന്നുവാട്ടോ. പക്ഷേ പ്ലേറ്റ് താഴെ കൈ വഴുതി താഴെ വീഴും. ആ സൗണ്ട് കേട്ട് നമ്മുടെ രേവതി വരും. രേവതി നോക്കുമ്പോ നമ്മുടെ രേവതി ശ്രുതി നൈസായിട്ട് ഫുഡ് തട്ടി കേറ്റുവാ. അപ്പൊ നമ്മുടെ രേവതിയാണെങ്കിൽ ഈ കാഴ്ച കണ്ടൊന്ന് ഞെട്ടി നിൽക്കുന്നുണ്ടേ. അപ്പൊ അങ്ങനത്തെ കുറച്ച് രസകരമായിട്ടുള്ള നിമിഷങ്ങളാട്ടോ കൂട്ടുകാരെ നമുക്ക് പുതിയ പ്രൊമോയിൽ കാണുവാൻ സാധിച്ചതേ. കാത്തിരിക്കാട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.